ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 10 4-ാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമധ്യതോ ജനിമൃഡോ ഭവദേകദേശ നാമാനി മേ കുരുപദാനി ച ഹാവിരിഞ്ചേത്യാദൗ രുരോധ കില തേന സരുദ്രനാമാ. കഴിഞ്ഞ ശ്ലോകത്തിൽ ബ്രഹ്മാവ് തൻ്റെ മനസ്സുകൊണ്ട് സൃഷ്ടിച്ച സനത്കുമാരന്മാരോട് ഇനി സൃഷ്ടി നിങ്ങൾ തുടരൂ എന്ന് നിർദ്ദേശിച്ചപ്പോൾ ഞങ്ങൾക്ക് സൃഷ്ടി നടത്തുവാൻ താൽപ്പര്യമില്ല, ഞങ്ങൾക്ക് ഭഗവത് പാദഭക്തി മാത്രമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞ് സനത്കുമാരന്മാർ ആ ബ്രഹ്മാവിൻ്റെ വാക്കിനെ നിഷേധിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമധ്യതോജനി മൃഡോ ഭവദേകദേശഃ. താവത് അപ്പോൾ, അങ്ങനെ സനത്കുമാരന്മാർ ബ്രഹ്മാവിൻ്റെ വാക്കിനെ നിഷേധിച്ചപ്പോൾ പ്രകോപമുദിതം, പ്രകോപം അത്യധികമായ കോപം, ഉദിതം ഉണ്ടായി, പ്രകോപമുദിതം അത്യധികമായ കോപം ഉണ്ടായതിനെ പ്രതിരുന്ധതോസ്യ പ്രതിരുന്ധതഃ നിയന്ത്രിച്ചു നിർത്താൻ ശ്രമിച്ചപ്പോൾ, ആ കോപത്തെ നിയന്ത്രിച്ച് നിർത്തിയപ്പോൾ, അടക്കി നിർത്താൻ ശ്രമിച്ചപ്പോൾ, അസ്യ അദ്ദേഹത്തിൻ്റെ, ആ ബ്രഹ്മാവിൻ്റെ, ഇപ്രകാരം തൻ്റെ മാനസപുത്രന്മാരായ സനത്കുമാരന്മാർ തൻ്റെ വാക്കിനെ നിഷേധിച്ചപ്പോൾ അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ, വർദ്ധിച്ചു വന്ന കോപത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചപ്പോൾ ആ ബ്രഹ്മാവിൻ്റെ ഭ്രൂമധ്യതോജനി, ഭ്രൂമധ്യതഃ, ഭ്രൂ എന്നാൽ പുരികക്കൊടികൾ, മധ്യതഃ മധ്യത്തിൽ നിന്ന്, ഭ്രൂമധ്യതഃ പുരികക്കൊടികളുടെ മധ്യത്തിൽ നിന്ന്, അജനി ജനിച്ചു, മൃഡോ മൃഡഃ മൃഡൻ ജനിച്ചു, ഭവദേകദേശഃ ഭവത് അങ്ങയുടെ ഭഗവാന്റെ ഏകദേശഃ അംശാവതാരമായ മൃഡൻ ജനിച്ചു. ഇപ്രകാരം ആ ബ്രഹ്മാവ് വർദ്ധിച്ചു വന്നതായ കോപത്തെ നിയന്ത്രിച്ചു നിർത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പുരികക്കൊടികളുടെ മധ്യത്തിൽ നിന്ന്, ആ കോപാഗ്നിയിൽ നിന്ന് ഭഗവാന്റെ അംശാവതാരമായ മൃഡൻ ജനിച്ചു. നാമാനി മേ കുരുപദാനി ച ഹാവിരിഞ്ചേത്യാദൗ രുരോധ കില തേന സ രുദ്രനാമാ. നാമാനി മേ, നാമാനി പേരും, മേ എനിക്ക്, കുരു തന്നാലും, പദാനി സ്ഥാനവും അല്ലെങ്കിൽ പദവിയും, ച നാമാനി മേ കുരുപദാനി ച എന്നാൽ എനിക്കൊരു പേരും ഒരു പദവിയും തന്നാലും, ഹാ വിരിഞ്ചേത്യാദൗ, ഹാ വിരിഞ്ചഹ, ഹാ അല്ലയോ വിരിഞ്ച ബ്രഹ്മദേവ, ഇത്യാദൗ ഇതി ആദൗ ഇതി എന്നിപ്രകാരം, ആദൗ ആദ്യമേ തന്നെ, ജനിച്ചപ്പോൾ തന്നെ, രുരോധ അലറി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്രകാരം ബ്രഹ്മാവിൻ്റെ പുരികക്കൊടികളുടെ മധ്യത്തിൽ നിന്ന് ജനിച്ച ഭഗവാന്റെ അംശാവതാരമായ ആ മൃഡനാകട്ടെ ജനിച്ചപ്പോൾ തന്നെ, ആദ്യം തന്നെ ബ്രഹ്മാവിനോട്, അല്ലയോ ബ്രഹ്മദേവ, എനിക്കൊരു പേരിനെയും ഒരു പദവിയെയും ഒരു സ്ഥാനത്തെയും കൽപ്പിച്ചു തന്നാലുമെന്ന് രുരോധ കില, രുരോധ അലറി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, കില അത്രേ, പറഞ്ഞു അത്രേ, തേന സ രുദ്രനാമ, തേന അതിനാൽ, ഇപ്രകാരം അലറി വിളിച്ചു പറഞ്ഞതിനാൽ, സ അവൻ, ആ മൃഡൻ, രുദ്രനാമ രുദ്രനാമനായി തീർന്നു, രുദ്രൻ എന്ന നാമം ഉള്ളവനായി തീർന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. ഇപ്രകാരം തൻ്റെ മാനസപുത്രന്മാരായ ആ സനത്കുമാരന്മാരോട് ബ്രഹ്മാവ് ഇനി സൃഷ്ടി നിങ്ങൾ തുടരൂ എന്ന് പറഞ്ഞപ്പോൾ ആ സനത്കുമാരന്മാരാകട്ടെ ബ്രഹ്മാവിൻ്റെ വാക്കിനെ നിഷേധിച്ചു.
അപ്പോൾ ബ്രഹ്മാവിന് വർദ്ധിച്ച കോപമുണ്ടായി. ആ കോപത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചപ്പോൾ ബ്രഹ്മദേവൻ്റെ പുരികക്കൊടികളുടെ മധ്യത്തിൽ നിന്ന് ഭഗവാന്റെ തന്നെ അംശാവതാരമായ മൃഡൻ ജനിച്ചു. ആ മൃഡനാകട്ടെ ജനിച്ച ഉടൻ തന്നെ ഒരു പേരും സ്ഥാനവും എനിക്ക് കൽപ്പിച്ചു തരൂ എന്ന് രുരോധ നിലവിളിച്ചലറിക്കൊണ്ട് പറഞ്ഞു. ബ്രഹ്മദേവനോട് എനിക്കൊരു പേരും സ്ഥാനവും കൽപ്പിച്ചു തരുമെന്ന് ജനിച്ചു വീണപ്പോൾ തന്നെ അലറി വിളിച്ചുകൊണ്ട് ആ മൃഡൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ മൃഡൻ രുദ്രൻ എന്ന് പേരുള്ളവനായി തീർന്നു എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമധ്യതോ ജനിമൃഡോ ഭവദേകദേശ നാമാനി മേ കുരുപദാനി ചഹാവിരിഞ്ചേത്യാദൗ രുരോധ കില തേന സരുദ്രനാമാ. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. താവത് പ്രകോപമുദിതം പ്രതിരുന്ധതോസ്യ ഭ്രൂമധ്യതോ ജനിമൃഡോ ഭവദേകദേശ നാമാനി മേ കുരുപദാനി ചഹാവിരിഞ്ചേത്യാദൗ രുരോധ കില തേന സരുദ്രനാമാ. അഞ്ചാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.